ഉമ്മക്ക് ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കോട്ടപ്പടിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള സർവത്ത് കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്ന സാംകോന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഈ ഏട്ടന്റെ കടയാണ്. കോട്ടപ്പടിക്ക് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു സർവത്ത് കുടിക്കാതെ നമ്മൾ പോവില്ല കേട്ടോ. വേറെ എവിടെ നിന്ന് സർവത്ത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് സേനുവിന് ഒരു ലൈസും വാങ്ങിയിട്ട് നേരെ ഉമ്മാക്ക് ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ ഈ ഒരു നെക്ക് ബാൻഡ് ആട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ താത്താന്റെ വീട്ടിൽ പോവാന്ന് പെട്ടെന്നൊരു പെട്ടെന്നുണ്ടായ പ്ലാൻ ആയതുകൊണ്ട് അനിയത്തി നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല. പോണ വഴിയിൽ അനിയത്തിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ വിചാരിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയ ശേഷം പോണ വഴിയിൽ നമ്മളൊരു ചായക്കട കണ്ടിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കടികളൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിർത്തിയതായിരുന്നു. അങ്ങനെ പോയ ഉടനെ തന്നെ നമ്മളൊരു കാടമുട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാന്റെ ചായയാണ് ആദ്യം വന്നത്. കാടമുട്ട മാത്രമല്ല കേട്ടോ, സാൻഡ്വിച്ച്, സമൂസ, കട്ട്ലറ്റ്, പൊക്കവട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു സർവത്ത് മാത്രമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ സർവത്താട്ടി കുടിക്കണത്. ഇവിടുന്ന് സർവത്ത് കുടിച്ചിട്ടും എനിക്ക് അവിടുത്തെ സർവത്തിന്റെ അത്ര ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ താത്താനെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. സൈനുവിനാണെങ്കിൽ കുറെ കാലത്തിന് ശേഷം പാത്തുനും ലാസിനെയും കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമുക്ക് ബത്തക്ക ജ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പത്തെ ചൂടിന് എത്ര വെള്ളം കുടിച്ചാലും മതിയാവൂല. അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു.